ഇപ്പോൾ മണ്ണാർക്കാട് എം.എൽ.എ. ശ്രീ എൻ ഷംസുദ്ദീൻ എം.എൽ.എ. ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ ഷംസുദ്ദീൻ, ആ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ പ്രതികരിക്കാൻ ശബ്ദം പുറത്തു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിദാരിദ്ര്യരില്ലാത്ത ഒരു നാടാണല്ലോ നമ്മുടെ കേരളം. ഇപ്പോൾ അങ്ങനെ ഒരു നാട്ടിലാണ് 2016 പണി തുടങ്ങി ഏതാണ്ട് 9 വർഷം കഴിഞ്ഞ് 10 വർഷമാവുമ്പോഴും പൂർത്തിയാകാതെ കിടക്കുന്ന ഒരു വീടിൻ്റെ സ്ലാബ് ഇടിഞ്ഞു വീണ് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അതിനടിയിൽപ്പെട്ട് മരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു സംവിധാനം പോലും അവിടെ ഇല്ലായിരുന്നു. വിളിച്ചിട്ട് പ്രൊമോട്ടറെ കിട്ടിയില്ല, പരിധിക്ക് പുറത്തായിരുന്നു, വാഹനം ഇല്ലെന്ന് പറഞ്ഞു. അവസാനം ബൈക്കിൽ ഈ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചു. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ, നമ്മുടെയൊക്കെ നാട്ടിൽ ഇത് നടക്കുമോ? അല്ല, ഈ സംഭവം വളരെ ദാരുണമാണ്, ദയനീയമാണ്. അതിന് പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ ഘടകങ്ങളുണ്ട്. ഒന്ന്, ആ വീട് അങ്ങനെ പണി പൂർത്തിയാകാതെ അൺഫിറ്റായിട്ട് കിടക്കുന്ന വീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അത് പൊളിഞ്ഞു വീഴാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അത് നീക്കം ചെയ്യണമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ അത് 2015-16 ഒരു സ്കീമിലാണ് ഈ വീട് അനുവദിച്ചത്. അവർക്ക് പിന്നെ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായും കൊടുത്തിട്ടില്ല. അതിനെന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ഓരോ സ്റ്റേജ് ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് പണം കൊടുക്കുന്നത്. അത് പിന്നെ 4.5 ലക്ഷം രൂപ കൊടുക്കേണ്ടിടത്ത് 3 ലക്ഷത്തോളം രൂപ ഈ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് റെക്കോർഡിൽ കാണുന്നത്. പക്ഷെ അതിലൊക്കെ പറ്റിയ ഒരു വീഴ്ച എന്ന് പറയുന്നത്, അത് ഈ ഗുണഭോക്താവിന് പണം നേരിട്ട് കൊടുക്കാതെ അത് ഡിപ്പാർട്ട്മെന്റ് തന്നെ നിർമ്മിച്ച് ശരിക്ക് താക്കോല് കൈമാറുകയാണ് പ്രത്യേകിച്ച് ഈ ഗോത്രവർഗക്കാരുടെ കാര്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ പോയി. അങ്ങനെ ഇൻകംപ്ലീറ്റഡ് ആയിട്ട് കിടക്കുന്ന കുറെ വീടുകൾ പല ഊരുകളിലുമുണ്ട്. ഇത് ഞാൻ പലതവണ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതെല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്കീം ഉണ്ടാവണമെന്ന് 2016-17 തൊട്ടേ പറയുന്നതാണ്. പക്ഷെ അതില് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അതിൽ വേണ്ടൊരു ജാഗ്രത ആ കാര്യത്തിൽ കാണിച്ചില്ല. പിന്നെ ഈ വാഹനമില്ലാത്ത വിഷയം എന്നൊക്കെ പറയുന്നത്, ഇത് ഒരു ഫോറസ്റ്റിനോട് ചേർന്ന് ഉൾപ്രദേശത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അങ്ങോട്ട് ഫോറസ്റ്റിലൂടെ വലിയ തോതിലുള്ള റോഡ് വെട്ടാൻ കഴിയില്ല. അത് നിയമപരമായി അതിന് പ്രയാസമുണ്ടല്ലോ. എന്നാലും അങ്ങോട്ട് വാഹനം പോകുന്ന റോഡുണ്ട്. അതിന്റെ പരിസരത്ത് ആംബുലൻസ് അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. ആംബുലൻസ് ഒന്നും വേണ്ട ശ്രീ ഷംസുദ്ദീൻ. ഒരു വിളിച്ചാൽ കിട്ടുന്ന ഒരു വാഹനം, വിളിച്ചാൽ കിട്ടുന്ന ജീപ്പുകൾ ഉണ്ട്, അവിടെ ജീപ്പ് സർവീസും ഉണ്ട്. അത് എന്ത് പറ്റിയതാണെന്ന് ആ സമയത്ത് അവർക്ക് ചെയ്യാനാവുന്നത്, സ്വാഭാവികമായിട്ടും അവർക്ക് ചെയ്യാനാവുന്നത് മെമ്പറെ വിളിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പ്രൊമോട്ടറെ, ട്രൈബൽ പ്രൊമോട്ടറെ വിളിക്കുക എന്നതാണ്. ഈ 2 പേരെയും അവർ വിളിച്ചു നോക്കി. അതല്ലാതെ 2 കുഞ്ഞുങ്ങൾ അങ്ങനെ മുന്നിൽ കിടക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് വണ്ടി വിളിക്കാൻ ഓടാൻ പറ്റുമോ? ഇതൊക്കെ അവരും കൂടി ഉൾപ്പെടുന്നതാണല്ലോ നമ്മുടെ കേരളം. നമുക്ക് അല്ലേ, അങ്ങനെ അവരെ അവിടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സംവിധാനങ്ങളില്ലെന്നൊന്നും പറഞ്ഞ് നമുക്ക് എഴുതി തള്ളാൻ കഴിയുന്ന ആ ഉത്തരവാദിത്വം നമുക്ക് കൈയൊഴിയാൻ പറ്റില്ലല്ലോ. 4-7 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ചതഞ്ഞു മരിക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാതെ വളരെ വേദനാജനകമാണ് ഈ സാഹചര്യം. ഇതിപ്പോ നമ്മൾ ഓരോ വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഇത്തരം ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോഴാണ് അതിന്റെ ഗൗരവം പറയാം. പക്ഷെ ഇത് ഒക്കെ മുൻകൂട്ടി കാണാൻ അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്, അതിനൊരു ഓഫീസ് ഉണ്ട്, ITDP എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം അവിടെ ഉണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ആ സംവിധാനത്തിന് കഴിയാതെ പോകുന്നത് വലിയൊരു വീഴ്ച തന്നെയാണ്. ഇത് നമ്മൾ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് എത്രത്തോളം വീടുകളുണ്ട് ഈ സമാനമായ അവസ്ഥയിൽ? ഈ ITDP പദ്ധതി പ്രകാരം അന്ന് ITDP ഉന്നതിയിൽ എത്രത്തോളം വീടുകളുണ്ട് ഈ തരത്തിൽ? 100 കണക്കിന് വീടുകൾ വിവിധ ഊരുകളിലായിട്ടുണ്ട്, വിവിധ ഉന്നതികളിലായിട്ടുണ്ട്. അവിടെ 3-4 ഉള്ളൂ. പിന്നെ വേറെ ഈ സ്ഥലത്ത് ഇതുപോലെ ഉണ്ട്. അതായത് ഈ സ്റ്റേജ് ലെവൽ പൈസ കൊടുക്കുമെന്ന് പറയും. അത് സ്റ്റേജ് കംപ്ലീറ്റ് ആകാൻ ചിലപ്പോൾ ഈ ഗുണഭോക്താവിന് കഴിയില്ല. അവരുടെ കിട്ടുന്ന പണം വേറെ നിലക്ക് വകമാറിയിട്ടൊക്കെ ചെലവഴിക്കപ്പെടാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും ഡിപ്പാർട്ട്മെന്റ് തന്നെ നിർമ്മിച്ച് കൈമാറണം. പിന്നെ ചില പറ്റിക്കപ്പെട്ട കേസുകളുണ്ട്. ഈ ആദിവാസികൾക്ക് കൊടുത്ത പണം പ്രാദേശിക കരാറുകാരെ ഏൽപ്പിച്ചിട്ട് അവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാത്ത ചില പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ വീട് നിർമ്മിച്ച് താക്കോല് കൈമാറുന്ന സ്ഥിതിയാണ് ഉണ്ടാവേണ്ടത്. ഇത് ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്, ഈ രീതിയിലെ ഈ വീടുകൾ നിർമ്മിക്കാവൂ. പക്ഷേ പണം നേരിട്ട് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. അത് പലപ്പോഴും ഈ പറഞ്ഞ അവസ്ഥയിലാണത് അവസാനിക്കുക. നമുക്ക് എല്ലാവർക്കും പാർപ്പിടവും എല്ലാവർക്കും ഭക്ഷണവും ഒക്കെ ഉറപ്പായാലാണ് നമ്മുടെ നാട് അതിദാരിദ്ര്യം അല്ലാത്തൊരു നാടായി മാറുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ല, അതിലൊക്കെ ഞങ്ങൾക്ക് വേറെ അഭിപ്രായമുണ്ട്. കാരണം അതിദാരിദ്ര്യമില്ലാത്ത
സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത് വലിയ അബദ്ധമാണ്. കേന്ദ്ര ഫണ്ടുകൾ പോലും നമ്മുടെ റെക്കോർഡ് പ്രകാരം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമല്ലേ. ആ നിലക്കാണ് നമ്മൾ പരിഗണിക്കപ്പെടുക. പക്ഷെ നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണ്. ശ്രീ ഷംസുദ്ദീൻ, ഇപ്പോൾ ആ വാർഡിലെ മെമ്പറായ ബിന്ദു കൂടിയുണ്ട്. ഞാൻ ബിന്ദുവിനോടൊന്ന് സംസാരിക്കുന്ന അങ്ങ് കൂടി കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി ബിന്ദു, ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ കുട്ടികളുടെ അമ്മ പറയുന്നത് മെമ്പറേയും വിളിച്ചിരുന്നു, പ്രൊമോട്ടറേയും വിളിച്ചിരുന്നു, ആരുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഒരു കുഞ്ഞിനെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നെ വീട്ടുകാരല്ല വിളിച്ചിരിക്കുന്നത്, എന്നെ ആശാപ്രവർത്തക വിളിച്ചിരുന്നു. പക്ഷെ അന്നേരം ഞാൻ വേറൊരു പരിപാടിയിലായിരുന്നു. ഫോൺ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു, വേറെ ഭാഗത്തായിരുന്നു ഫോൺ വെച്ചായിരുന്നത്. ഞാൻ തിരിച്ചു വന്ന് ആശാപ്രവർത്തകരെ വിളിച്ചു നോക്കുമ്പോൾ അവര് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പഞ്ചായത്തിൽ നമുക്ക് പൈസ ആശാപ്രവർത്തകരുടെ ചേച്ചിയാണ്. അപ്പൊ അവര് എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചു, അത് എത്രയും പെട്ടെന്ന് നടന്ന് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയായിരുന്നു. ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു വണ്ടിയൊക്കെ കിട്ടാനുള്ള ഒരു സ്ഥലമാണോ? വണ്ടി ഉള്ള ഏരിയയാണ് ഈ ഉന്നതി. ജീപ്പൊക്കെ പോകുന്ന ഏരിയ അല്ലേ ബിന്ദു? അതെ 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 അതെ. അപ്പൊ ഇന്നലെ ജീപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലേ ആ ഭാഗത്ത്? ഇല്ല, ഇന്നലെ സൈഡിൽ വലിയ ഓട്ടോ ഉള്ളതുകൊണ്ട് ജീപ്പുകളൊക്കെ അങ്ങോട്ട് പോയിരുന്നു. പിന്നെ അവര് വിളിച്ച ഓട്ടോകളൊക്കെ ഓരോ ഭാഗത്തായിരുന്നു. അവര് ഇതുപോലെ ഓട്ടം പോയിരിക്കുകയായിരുന്നു. അവിടുന്ന് ആശുപത്രിയിൽ എത്തണമെങ്കിൽ എത്ര സമയം വേണം? ഏകദേശം 3/4 മണിക്കൂർ. കൽക്കണ്ടി അകലെ ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ മാത്രം, കൽക്കണ്ടിക്കാണെങ്കിൽ അത്രയും വേണ്ട. ഇതിപ്പോ വലിയ സങ്കടമാണ് ഈ വീട് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം എൻ ഷംസുദ്ദീൻ MLA കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. MLA കേൾക്കുന്നുണ്ട് ബിന്ദു പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധപ്പെടുന്ന കാര്യങ്ങളല്ലേ ബിന്ദു? ഇതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്നതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അതിലൊരു ശ്രദ്ധയില്ലാണ്ട് പോയത്? അങ്ങനെയല്ല, ഇവർക്ക് ഫണ്ട് നമ്മളാൽ കൊടുക്കുന്ന ഫണ്ടുകൾ ഫുള്ളും കൊടുത്തു. 2015-16 കാലഘട്ടത്തിലുള്ള വീടാണ്. ഇവര് മെയിൻ വാർത്തയുള്ള കാശ് വരെ വാങ്ങിച്ചെടുത്തു, അതിനുള്ള ഫണ്ട് എടുത്തിട്ടുണ്ട്. അതെ, പക്ഷെ എന്നാലും അപകടകരമായ സാഹചര്യത്തില് ഒരു കുടുംബം താമസിക്കുന്നുണ്ടെങ്കിൽ അതൊരു മെമ്പർ എന്ന നിലയിൽ ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിങ്ങനെ ഒരു അപകടകരമായിട്ടാണ് ഈ സാധനം നിൽക്കുന്നതെന്ന് ശ്രദ്ധപ്പെടണ്ടേ? കുട്ടികളൊക്കെ ഉള്ളതല്ലേ? ഇതുവരെ ഇത്രയും പ്രശ്നം തോന്നിയില്ല. ആ പരിസരത്ത് എല്ലാവരും അതിന് മുകളിൽ കയറി കളിക്കാറുണ്ട് എന്നാ പറയണേ. കുട്ടികളൊക്കെ ആ പരിസരത്ത് തന്നെ കയറി കളിക്കണെന്നാ പറഞ്ഞേ ഞാൻ അന്വേഷിച്ചപ്പോ. പക്ഷെ അത് വാർത്ത കഴിയാതെ നമുക്ക് അടുത്ത ഫണ്ട് ഇവര് കൊടുക്കൂലല്ലോ. പിന്നെ ATST ആയിരുന്നു. അതെ, അതിന് ATSTന്റെ ഫണ്ട് നിർത്തിപ്പോയിരുന്നു. ഇവരിപ്പോ താമസിക്കുന്ന സ്ഥലം എനിക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഷെഡിലാണ് അവര് താമസിക്കുന്നത്. അവര് എത്ര പേരുള്ള കുടുംബമാണ് ഇത്? ഇവര് അച്ഛനും അമ്മയും 3 മക്കളും അച്ഛനും അമ്മയും. അതില് ഒരു കുഞ്ഞ് രക്ഷപ്പെട്ട് 2 കുഞ്ഞുങ്ങൾ മരിച്ചു. ശ്രീ എൻ ഷംസുദ്ദീൻ, അവിടെ കുട്ടികളൊക്കെ സ്ഥിരമായി കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അതിനെക്കാട്ടിലും റിസ്ക് ആണ്. എല്ലാ കുട്ടികളും അവിടെ പോയാണ് കളിക്കാറെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കെട്ടിടം അത് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് പോലും ഖേദകരമാണെന്നേ എനിക്ക് പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും